ഒളിച്ചോടി ഒളിച്ചോടിയിരിക്കുന്നു. മമ്മൂക്ക ഫാൻസൊക്കെ ഒളിച്ചോടിപ്പോയിരിക്കുന്നു, എങ്ങോട്ടൊക്കെ മുങ്ങിയിരിക്കുന്നു, ഒരിടത്തും കാണാനില്ല, ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ടിക്ക് 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 എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്ക ഫാൻസൊക്കെ ഒളിച്ചോടി പോയിരിക്കുകയാണ്. എന്തുകൊണ്ട്, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കനെ കാണാനില്ല. 3 മാസമായിട്ട് അദ്ദേഹത്തിന് ഒരിടത്തും കാണാനില്ല. ഇപ്പം അമ്മയുടെ മീറ്റിംഗ് നടന്നു, അതിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല. അപ്പോൾ മമ്മൂക്കയെ കാണാത്തത് കൊണ്ട് തന്നെ മമ്മൂക്ക ഫാൻസും ഒരിടത്തും കാണാനില്ല. ഒരു പേരിന് ഒരിടത്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിട്ടാൻ ഒരിടത്തും കാണാനില്ല. അങ്ങനെയാണ് ഇപ്പോൾ കുറേ ടീമുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീംസ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക ഫാൻസിന് ഒരിടത്തും കാണാനില്ല, മമ്മൂക്ക ഫാൻസൊക്കെ ഒളിച്ചോടിപ്പോയി, ദൂരോട്ട് പോയി, നാട് വിട്ടുപോയി, കപ്പൽ മാർഗം വഴിയൊക്കെ രക്ഷപ്പെടാൻ നോക്കി, പിന്നെ ഇടയ്ക്ക് വെച്ച് കപ്പൽ മുങ്ങുമെന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചാടി നീന്തി അങ്ങനെയൊക്കെ ഏതോ കരതേടി പോയി എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. വ്യാജ വാർത്തകൾ, വ്യാജന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ വ്യാജ വാർത്തകൾക്കും പഞ്ഞമില്ല. ട്രോൾസ് ആയിട്ടുള്ള വാർത്തകളും ഉണ്ടാക്കുന്ന കുറേ ടീംസ് ഉണ്ട്, എന്തോ ആവട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മമ്മൂക്ക ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, അങ്ങനെയുള്ള ഒരു അടി ഇടി പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല സത്യത്തിൽ. പിന്നെ എന്തിനാണെന്നറിയില്ല മമ്മൂക്ക ഫാൻസ് ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിഷയമെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം മമ്മൂക്കയെ കാണാതായിട്ട് 3 മാസമായി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കുകയാണോ? അല്ല, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായിട്ട് ഉടനെ തന്നെ എത്തുന്നു. അദ്ദേഹവും മോഹൻലാലും ചേർന്ന് അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന് പറഞ്ഞ പുത്തൻ പടം, ഫഹദ്, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രൻസ്, അങ്ങനെ വലിയ താരനിരയായിട്ട് വരുന്ന 5 ഭാഷകളിലായിട്ട് ആ പടം ഇറങ്ങാനിരിക്കുന്നു. ആ പടത്തിന് ബിഗ് ബഡ്ജറ്റാണുള്ളത്. അപ്പോൾ മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് അത്. മഹേഷ് നാരായണൻ്റെ മോഹൻലാൽ ചിത്രം അങ്ങനെ പറയണ്ട, മഹേഷ് നാരായണൻ്റെ മമ്മൂക്ക ചിത്രം അങ്ങനെ പറയണ്ട, മൾട്ടി സ്റ്റാർ ചിത്രം. കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 വർഷമായി മമ്മൂക്കയും ലാലേട്ടനും മമ്മൂക്കയും തമ്മിൽ ചേർന്ന് അഭിനയിച്ചിട്ട് അവർ ഒന്നിച്ചൊരു സ്ക്രീനിൽ വന്നിട്ട് 16 വർഷമായി. വലിയൊരു കാലയളവ് തന്നെയാണ് 16 വർഷം. ആ 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ കളികൾ കാണാനും ഇന്ദുചൂടനും നമ്മുടെ വലിയേട്ടൻ അറയ്ക്കൽ മാധവനുണിയും ഒന്നിക്കുന്നു. അപ്പോൾ പാട്രിയോട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ കഥ എന്താണെന്നോ അതിലെ കഥാപാത്രങ്ങളുടെ പേരെന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആ 2 മലയാളത്തിൻ്റെ ഇതിഹാസങ്ങൾ ഒന്നിക്കുകയാണ്. അപ്പം മമ്മൂക്കനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ പുകയുണ്ടാക്കുന്ന ഒരു കൂട്ടരും ചുമ്മാ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനായിട്ട് അത് വേറെ വാർത്തകളും പ്രചരണങ്ങളായിട്ട് അത് അങ്ങനെ വരുന്നു. എന്തായാലും എന്ത് പണ്ടാറായാലും നമ്മളുണ്ടല്ലോ, മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ചിത്രങ്ങളൊക്കെ മനസ്സിലേറ്റ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. ഭൂരിഭാഗം പേര് അങ്ങനെയാണ്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം, അത് എന്തോ ആവട്ടെ. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഒരു വെറൈറ്റി വൈബ്, ഒരു പോസിറ്റീവ് എനർജി, ഒരു ഓറ, അത് വേറെ ലെവലാണ്. ഇവർ 55 പടങ്ങളിലാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള 55 ചിത്രങ്ങളിൽ ഒരു ഏകദേശ കണക്കാണെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിശകി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു 55 ചിത്രങ്ങളിൽ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു കിടിലനായിട്ട് വരുന്ന ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊന്നുമല്ല, ചെറിയ പടങ്ങളിലാണ് അവരൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് 2020 എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴാണോ അത് ഭയങ്കര ഒരു മാസ്മരിക പ്രകടനമായി മാറിയത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിച്ചില്ലായിട്ട് അങ്ങോട്ടൊരു ഡയലോഗ് പറയുന്നു, ഇങ്ങോട്ടൊരു ഡയലോഗ് തിരിച്ചടിക്കുന്നു. അതായത് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ബോൾ ഇങ്ങനെ ഭിത്തിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്പീഡിൽ തിരിച്ചു വരുന്ന പോലെ ഡയലോഗിൻ്റെ ഓരോരോ മാസ്മര കളികളായിട്ട് വന്നതാണ് 2020. ആ ഒരു ലെവൽ ഒരു പടം പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അത് ഉറപ്പ് തന്നെയുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് വന്നിട്ട് അതേപോലത്തെ ഒരു അടിപൊളി ചെത്ത് സ്റ്റൈലൊരുക്കിയ ചിത്രം പിന്നെ വന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ്റെ കിടിലനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഈ ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. പക്ഷെ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന കളങ്കാവൽ അത് നല്ലൊരു ജനങ്ങൾക്കിടയിൽ നല്ലൊരു തീപാർച്ച തന്നെ ഉണ്ടാക്കും. ഒരു എന്താ പറയണ, ഒരു കറക്കത്തിൻ്റെ സ്പീഡായിട്ട് ആ ചിത്രത്തിൻ്റെ ലെവൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ വിസ്മയത്തിൻ്റെ ഒരു ആവാഹനം ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് ആ ചിത്രത്തിന് പറ്റും. അതുപോലെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ ചിത്രവും കടന്നു വരാനിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കളങ്കാവലും ഹൃദയപൂർവ്വമായിട്ടായിരിക്കും ഒരു കൊമ്പ് കോർക്കൽ ഉണ്ടാവുക. കൊമ്പ് കോർക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാളപ്പോരായിട്ടുള്ള ഇടിയായിരിക്കില്ല. കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഹൃദയപൂർവ്വത്തിനാണെങ്കിലും കളങ്കാവൽ ഒരു ഭ്രമയുഗം ടച്ച് പിടിച്ചിട്ടുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊററല്ല എങ്കിലും
സസ്പെൻസ് ഒരുക്കുന്ന കാരണം യുവാക്കളുടെ ഒരു ഏകദേശ കണക്ക് ഈ കളങ്കാവലിലേക്ക് ചാഞ്ഞു വരും. യുവാക്കൾ എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിൽ വിനായകൻ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട് നായകനായിട്ട്. അപ്പോൾ ഈ വിനായകൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അഭിനയത്തിൻ്റെ സ്റ്റൈൽ, അത് ഇഷ്ടപ്പെടുന്നവരും മമ്മൂക്കയുടെ ഒരു കത്തുന്ന ഒരു ആക്ഷനും ഇഷ്ടപ്പെടുന്നവരും ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു വില്ലനും കൂടി കടന്നു വരുമ്പോൾ ആ വില്ലൻ മാനർസത്തിൽ മമ്മൂക്ക കിടിലനായിട്ട് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് കാരണം അത് യുവാക്കളെ നല്ലതുപോലെ ഞെട്ടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹൃദയപൂർവ്വം കാലാകാലമായിട്ട് സത്യനന്ദിക്കാട് ചിത്രങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയണ ഹൃദയം നിറഞ്ഞ ഒരു സമ്മാനമായിരിക്കും. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നൽകാനിരിക്കുന്ന ആ ഒരു വിസ്മയാഭമായിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ, അത് സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെല്ലാം മോഹൻലാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് അഭിനയിച്ചു വെച്ചിരിക്കുന്നതിനേക്കാളും ഒരു കിടിലോസ്കി സംഭവിക്കും ഈ തവണ നൽകാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവെന്നാണ് എൻ്റെ ഒരു ഊഹം. അത് സത്യമായി മാറട്ടെ. അപ്പൊ ലാലേട്ടനും മോഹൻലാലും ഒന്നിക്കുന്ന 16 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന നമ്മുടെ പാട്രിയോട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് ഇച്ചിരി കൂടി നീളേണ്ടി വരും, കാരണം ഓരോ ഷെഡ്യൂളായിട്ടുള്ള ഷൂട്ടിങ് കാര്യങ്ങളായിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയിലെ ഷൂട്ടിങ് കഴിഞ്ഞു, ഇപ്പോൾ എടപ്പാളിൽ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വാർത്തകൾ ഇങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇനിയേ ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച കുറച്ച് ചിത്രങ്ങളുടെ പേരുകൾ നോക്കാം. അത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ആ പേരുകളൊന്നും നമുക്ക് നോക്കാം. പണ്ടത്തെ ഒത്തിരിയേറെ ചിത്രങ്ങൾ അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരുപാട് ചിത്രങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ഊതിക്കാച്ചിയ പൊന്ന്, അഹിംസ, സിന്ദൂര സന്ധിക്ക് മൗനം, പടയോട്ടം, പടയോട്ടം, എന്തിനോ പൂക്കുന്ന പൂക്കൾ, ആ ദിവസം, വിസ, ശേഷം കാഴ്ചയിൽ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, പിന്നിലാവ്, ഒരു മുഖം പല മുഖം, നാണയത്തിൽ അവരുടെ ഡാൻസ് ഒക്കെ ഇല്ലേ ജീപ്പിൽ നിന്നിട്ട്, അത് അടിപൊളിയല്ലേ, അത് ഒരു അടിപൊളി സംഭവമാണ്. ഇനിയെങ്കിലും, ചെങ്ങാത്തം, ചക്രവാളം, ചുവന്നപ്പോൾ, വേട്ട, പാപം പൂർണിമ, ഒന്നാണ് നമ്മൾ, ലക്ഷ്മണരേഖ, ഇതാ 1 മുതൽ, അതിരാത്രം, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ, കണ്ടറിഞ്ഞ്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, വാർത്ത, കരിയിലക്കാറ്റ് പോലെ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, നേരം പുലരുമ്പോൾ, കാവേരി, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, ഗീതം, പടയണി, അടിമകൾ ഉടമകൾ, മനു അങ്കിൾ, ഹരികൃഷ്ണൻസ്, നരസിംഹം അടിപൊളിയല്ലായിരുന്നു നരസിംഹം. അതുപോലെ മനു അങ്കിളിൽ ലാലേട്ടൻ എന്ന ചെത്ത് ലുക്കിലാണ്. പിന്നെ മൾട്ടി സ്റ്റാർ ആയിട്ട് വന്ന 2020, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, എത്ര ചിത്രങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയ ചിത്രങ്ങളുണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് ചേർത്ത് വയ്ക്കും. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇവർ ഒന്നിച്ചു. അപ്പം മമ്മൂക്ക ഫാൻസ് ഒളിച്ചോടി എന്ന് പറഞ്ഞു വരുത്തുന്ന വ്യാജ വാർത്തകൾ സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വളിച്ച വർത്തമാനങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. മമ്മൂക്കയും ലാലേട്ടനും മലയാളത്തിന്റെ ഇതിഹാസങ്ങളാണ്. അവരൊന്നിച്ച ചിത്രങ്ങൾ എപ്പോഴും വിജയത്തിന്റെ ഒരു ലേബലിൽ എന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അവർ ഇനിയും ഒന്നിക്കുന്നു. ആ ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. അപ്പൊ അവരെ അത് തിരിച്ചറിയൂ. അല്ലാതെ കേരളത്തിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ കുറച്ചു കാലം സ്ക്രീനിൽ വരാതെ ഒന്ന് മാറി നിന്നു എന്ന് കരുതിയിട്ട് ആ നടൻ ഇവിടെ നിന്നും ഇല്ലാതായി, അശേഷം ഇല്ലാതായിരിക്കുന്നു, ആ നടനെ സ്നേഹിക്കുന്നവരും ആ നടന്റെ ഫാൻസും ഇവിടെ നിന്ന് നാട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വരുത്തുന്ന സത്യത്തിൽ നല്ല സിനിമാ പ്രേമികളല്ല, അല്ലേ? അല്ല. ഓക്കെ, ടാറ്റാ, ബൈ.